മീവി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 വർഷത്തെ ആദായ നികുതി ഇല്ല, പാലക്കാട് അടക്കം 5 ID കാർഡുകൾ സഹായം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം ആരംഭിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടു കൂടിയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. മഹാകുംഭമേള നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. മോഡി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എന്ന് ധനമന്ത്രി പറഞ്ഞു. 6 മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണിത്. കാർഷികം, വ്യാവസായികം, തൊഴിൽ, ആരോഗ്യം, നികുതി, കായികം തുടങ്ങി എല്ലാ മേഖലകളിലും സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കരുതുന്നു. മധ്യവർഗത്തിലും സാധാരണക്കാർക്കും ആനുകൂല്യമായ കൂടുതൽ ഇളവുകൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കേന്ദ്ര ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. വയനാട് പുനരധിവാസത്തിനും മിഴുത്തൻ തുറമുഖത്തിനും പ്രത്യേക പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അടുത്ത അറിയിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാമത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. നിർമ്മലയുടെ തുടർച്ചയായ 8ാം ബജറ്റാണിത്. ഇടത്തരക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ഊന്നു നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹിബാറിന് ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഏപ്രിൽ 1 തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷം 2025-26 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.3-6.8% ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ബജറ്റ് അവതരിപ്പിച്ചതോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. ഓരോ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറി. 2 ഇടക്കാല ബജറ്റുകൾ ഉൾപ്പെടെയാണിത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.